എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വായിക്കാൻ പോകുന്നത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ വാർത്തയാണ്. ഇന്ന് തീയതി ഡിസംബർ 16, 2025. നമുക്ക് ആദ്യമായിട്ട് ന്യൂസ് പേപ്പറിലെ പ്രധാന വാർത്തകളെല്ലാം ഒന്ന് കണ്ണോടിക്കാം. ആദ്യമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിഷൻ റാപ്സ് 60-40 ഫണ്ടിങ് പ്ലാൻ ഫോർ റൂറൽ ജോബ് സ്കീം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്റർ ബിൽ ഹെഡ്സ് ടു JPC. പിന്നെ അടുത്ത ന്യൂസ് ഓവർ 25 lakh വോട്ടേഴ്സ് ഔട്ട് ആസ് SCR എന്യൂമറേഷൻ ഡെഡ്ലൈൻ നിയേഴ്സ്. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ മെയിൻ ഹെഡിങ്ങുകളാണ്. അപ്പോൾ നമ്മൾ അത്തരം വാർത്തകളല്ല, വലിയ വലിയ വാർത്തകളല്ല വായിക്കുന്നത്. ചെറിയ ചെറിയ വാർത്തകളാണ് തുടക്കത്തിൽ വായിച്ചു തുടങ്ങുന്നത്. ചെറിയ ചെറിയ വാർത്തകൾ തുടങ്ങി പിന്നെ നമുക്ക് ക്രമേണ വലിയ വലിയ വാർത്തകളിലേക്ക് പോവാം. ആദ്യം തന്നെ വലിയ വാർത്തകൾ വായിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് കുഴപ്പം വലിയ വലിയ കട്ടിയുള്ള വാക്കുകളാവും. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് മടുപ്പ് തോന്നും. അതുകൊണ്ട് തുടക്കത്തിൽ ചെറിയ ചെറിയ വാക്കുകൾ വരുന്ന അത്ര ബുദ്ധിമുട്ടില്ലാത്ത വാർത്തകളൊക്കെ വായിക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയ വാർത്ത ഇവിടെ തരാം. ഇവിടെ ഒരു ചെറിയൊരു ന്യൂസ് ഉണ്ട്, അത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. നോക്കാം. CPM ലീഡർ ബ്ലെയിംസ് വെള്ളാപ്പള്ളി ഫോർ LDF സെറ്റ്ബാക്ക്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, CPM ലീഡർ ബ്ലെയിംസ് കുറ്റപ്പെടുത്തുന്നു വെള്ളാപ്പള്ളി നരേഷിനെ ഫോർ LDF സെറ്റ്ബാക്ക്. സെറ്റ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചടി. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥമാണ്, LDFന് ലഭിച്ച തിരിച്ചടിക്ക് കാരണം വെള്ളാപ്പള്ളി നടേശനാണെന്ന് CPMന്റെ നേതാവ് കുറ്റപ്പെടുത്തി. അപ്പോൾ വാർത്തയിലേക്ക് പോകാം നമുക്ക്. CPM ലോക്കൽ സൂം ചെയ്യാം. A CPM local leader from Malappuram openly criticized SNDP Yogam General Secretary Vellappalli Nadeshan and said he played a major role in the setback suffered by the Left Democratic Front in the recent local body elections. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. A CPM local leader from Malappuram openly criticized എന്നുണ്ടെങ്കിൽ ഒരു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രാദേശിക നേതാവ്, ലോക്കൽ ലീഡറാണ് പ്രാദേശിക നേതാവ്, ഓപ്പൺലി ക്രിട്ടിസൈസ്ഡ് എന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വിമർശിക്കുക. ക്രിട്ടിസൈസ് പറഞ്ഞാൽ വിമർശിക്കുക, തുറന്ന് വിമർശിക്കുക. SNDP യോഗം ജനറൽ സെക്രട്ടറി, SNDP യോഗം ജനറൽ സെക്രട്ടറിയെ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ആൻഡ് സെറ്റ് എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ഹി പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ സെറ്റ്ബാക്ക് സഫേർഡ് ബൈ ദ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇൻ ദ റീസെന്റ് ലോക്കൽ ബോഡി ഇലക്ഷൻ. അതായത് എന്താ പറഞ്ഞത്, ഹി പ്ലേഡ് എ മേജർ റോൾ, അദ്ദേഹം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നാണ്, എ മേജർ റോൾ എന്ന് പറഞ്ഞാൽ വലിയ പങ്ക്. റോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു മോഡൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അപ്പോൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഈ പ്ലേഡ് മേജർ റോൾ എന്നുള്ള അർത്ഥം. ഇൻ ദ സെറ്റ്ബാക്ക് കാരണം സെറ്റ്ബാക്കാണ് തിരിച്ചടി, നേരത്തെ പറഞ്ഞല്ല. സഫേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കുക, അനുഭവിക്കുക, ഉണ്ടാവുക. ബൈ ദ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതായത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇൻ ദ റീസെന്റ് ലോക്കൽ ബോഡി, റീസെന്റ് ആണ് അടുത്തിടെ ഉണ്ടായ ലോക്കൽ ബോഡി ഇലക്ഷൻ, പ്രാദേശിക സമിതിയിലേക്കുള്ള ഇലക്ഷനിൽ. ലോക്കൽ ബോഡി ആണെന്നുണ്ടെങ്കിൽ LGS ഇലക്ഷൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ LGS സെൽഫ് ഗവൺമെന്റ്, അത് പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന ഇലക്ഷനിൽ എന്നാണ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPMന്റെ പ്രാദേശിക നേതാവ്, മലപ്പുറത്ത് നിന്നുള്ള CPMന്റെ ഒരു പ്രാദേശിക നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ് LDFനുണ്ടായിട്ടുള്ള ഈ തിരിച്ചടിക്ക് കാരണം എന്നാ പറയുന്നത്. ഇപ്പൊ അടുത്ത് നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായ തിരിച്ചടിക്ക് കാരണം വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ആശയം. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. MR Jayachandran, a member of the CPM local committee in Chungattara, Malappuram district, made the criticism in a social media post, holding Vellappalli responsible for what he described as the people's punishment of the LDF. Mr. Jayachandran, a member of the CPM local committee in Chungattara,
M.R. Jayachandran, a member of the CPM local committee in Chungathara, ഒരു CPM പ്രാദേശിക കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള M.R. ജയചന്ദ്രൻ, മലപ്പുറം ചുങ്കത്തറയിലുള്ള CPM-ന്റെ പ്രാദേശിക കമ്മിറ്റിയിലെ മെമ്പറായിട്ടുള്ള M.R. ജയചന്ദ്രൻ മെയ്ഡ് ദ ക്രിറ്റിസിസം, ഒരു ക്രിറ്റിസം വിമർശിച്ചു. മെയ്ഡ് ദ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ വിമർശിച്ചു, ഉണ്ടാക്കുക വിമർശിച്ചു. അപ്പൊ മൊത്തത്തിൽ വിമർശിച്ചു. പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്താണ്? സോഷ്യൽ മീഡിയ പോസ്റ്റിൽ, അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, അതൊക്കെ സോഷ്യൽ മീഡിയ പെടുന്നതാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഹോൾഡിംഗ് വെള്ളാപ്പള്ളി ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾഡ് പറഞ്ഞ പിടിക്കുക, ധരിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തില് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാരണക്കാരനാവാന്നുള്ള അവിടെ അർത്ഥം. വെള്ളാപ്പള്ളി റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഹി ഡിസ്ക്രൈബ്ഡ്, റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിയാവും. ഫോർ വാട്ട് ഹി ഡിസ്ക്രൈബ്ഡ്, വാട്ട് ഹി ഡിസ്ക്രൈബ്ഡ് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ, വിവരിച്ച. ആസ് ദ പീപ്പിൾ പണിഷ്മെന്റ്, പീപ്പിൾസ് പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പണിഷ്മെന്റ് പറഞ്ഞാൽ ശിക്ഷ ഓഫ് ദ LDF. അപ്പോൾ ജനങ്ങളെ ശിക്ഷ എന്ന ജനങ്ങളെ ശിക്ഷ എന്ന് പറഞ്ഞ അതിന് LDF-ന് ലഭിച്ച ജനങ്ങളുടെ ശിക്ഷ എന്ന് പറഞ്ഞ അതിനുള്ള ഉത്തരവാദി വെള്ളാപ്പള്ളി നരേശനാണ് എന്നാണ് മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിലുള്ള CPM-ന്റെ പ്രാദേശിക കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള M.R. ജയചന്ദ്രൻ പറയുന്നത്, പറയല്ല, കുറ്റപ്പെടുത്തുന്നു. ഈ പോസ്റ്റ്, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ജയചന്ദ്രനെ കുറ്റപ്പെടുത്തി. വെള്ളാപ്പള്ളി നരേഷൻ ഓഫ് മേക്കിംഗ്, ഉണ്ടാക്കുക കമ്മ്യൂണൽ എന്ന് പറഞ്ഞ വർഗീയമായിട്ടുള്ള ആൻഡ് ഹേറ്റ്ഫുൾ എന്ന് പറഞ്ഞതിൽ വെറുപ്പുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന. അക്രോസ് എന്ന് പറഞ്ഞ കുറുകെ, സംസ്ഥാനത്തുടനീളം വിച്ച് ഹി ക്ലെയിംഡ്, അദ്ദേഹം അത് ഈ ക്ലെയിംഡ് എന്നുണ്ടെങ്കിൽ വാദിക്കുക, ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ക്ലെയിം ചെയ്യണ്ടല്ല, വാദിക്കുക. അലൈനേറ്റഡ് ടു പബ്ലിക്, അലൈനേറ്റഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദൂര അത് മാറ്റി നിർത്തുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, അലൈനേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ അന്യർത്ഥം കൽപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഇത് പബ്ലിക്, അതായത് പബ്ലിക്കിനെ പാർട്ടിയിൽ നിന്നും അകറ്റിയത് അദ്ദേഹം നടത്തിയിട്ടുള്ള വർഗീയവും വെറുപ്പുളവാക്കുന്നതുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്താവനകളാണ് എന്നാണ് ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ വെള്ളാപ്പള്ളി നരേശനെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. He further alleged that Vellapalli was sailing on 2 boats for his own political survival. He further alleged that Vellapalli was sailing on 2 boats for his own political survival and questioned his support for the LDF, calling it hypocritical. He also claimed that Vellapalli was instrumental in the formation of the Bharat Dharma Jana Sena to aid the BJP and accused him of violating the teaching of Sri Narayana Guru, who advocated the principle of ask not, say not, think not, cast. He further alleged, further എന്നാണ് കൂടുതലായിട്ട്, അദ്ദേഹം ഫർദർ അലജഡ്, നേരത്തെ പറഞ്ഞ ലോക്കൽ ജയചന്ദ്രൻ എന്ന നേതാവ് അലജഡ്, കുറ്റപ്പെടുത്തി, ദാറ്റ് വെള്ളാപ്പള്ളി നരേശൻ വാസ് സെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോണി തുഴയുക, തോണിയിൽ യാത്ര ചെയ്യുക, തോണി ബോട്ട് ഇതിലൊക്കെ യാത്ര ചെയ്യുക, ഇതിനൊക്കെയാണ് സെയിലിംഗ് എന്ന് പറയുന്നത്. ഓൺ ടു ബോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തോണിയിൽ കാലിടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ സെയിലിംഗ് ഓൺ 2 boats ഫോർ ഹിസ് ഓൺ പൊളിറ്റിക്കൽ സർവൈവൽ. ഫോർ ഹിസ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം
പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സർവൈവൽ, നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞ കുറ്റപ്പെടുത്തി എന്താണെന്നുണ്ടെ വെള്ളാപ്പള്ളി നടേശൻ രണ്ട് ബോട്ടിൽ കാലിട്ടാണ് സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി രണ്ട് ബോട്ടിൽ കാലിട്ടാണ്ടാണ് മൂപ്പര് സഞ്ചരിക്കുന്നതെന്നാണ് പറയുന്നത്. And questioned his support for the LDF, calling it hypocritical. And questioned ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുക. ഈ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് തന്നെ നമ്മൾ സപ്പോർട്ട് എന്ന് അറിയില്ല, അതന്നെ ഫോർ ദ എൽ ഡി എഫിനുള്ള സപ്പോർട്ട്. കാളിങ് ഇറ്റ് ഹിപ്പോക്രിറ്റിക്കൽ, എന്താണ് അതിനൊരു ഹിപ്പോക്രിറ്റിക്കൽ തന്നെ കാപ്പട്ടി എന്നാണ് പറയുന്നത്. കാപ്പട്ടി എന്നുള്ള അപ്പോ അദ്ദേഹത്തിന്റെ LDFനുള്ള സപ്പോർട്ട് എന്നുള്ള വെറും കാപട്യമാണ് എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹം രണ്ട് തോണിയിൽ കാലിട്ടാണ് സഞ്ചരിക്കുന്നതെന്നും കൂടിയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. He also claimed that Vellapalli was instrumental in the formation of the Bharat Dharma Jana Sena to aid the BJP and accused him of violating the teachings of Sri Narayana Guru, who advocated the principle of ask not, say not, think not, cast. അതായത് ജാതി ചോദിക്കരുത്, ജാതി അർത്ഥം പറയാമോ കാര്യം, സോറി, ആൻഡ് ക്വസ്റ്റ്യൻ സപ്പോർട്ട് കഴിഞ്ഞില്ല. ഹി ആൾസോ ക്ലെയിംഡ്, പിന്നെ അദ്ദേഹം ആൾസോ കൂടാതെ ക്ലെയിംഡ് അവകാശപ്പെട്ടു, പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ ദാറ്റ് വെള്ളാപ്പള്ളി വാസ് ഇൻസ്ട്രുമെന്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റൽ ഉപകരണം, അതായത് ഉപകരണമായി എന്നുള്ള ഇൻസ്ട്രുമെന്റൽ കാരണമായി എന്നുള്ളത്. ഇൻ ദ ഫോർമേഷൻ എന്ന് പറഞ്ഞ രൂപീകരണം ഓഫ് ദ ഭാരത് ധർമ്മ ജനസേന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. അപ്പൊ അതിന്റെ രൂപീകരണത്തിന് കാരണമായി. ടു എയ്ഡ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക, ദ ബി ജെ പിയെ സഹായിക്കാൻ. ആൻഡ് അക്യൂസ്ഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തി. ഹിം എന്ന് പറഞ്ഞാൽ ആരെ, നമ്മള് വെള്ളാപ്പള്ളി നടേശന് ഓഫ് വയലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയലേറ്റ് ചെയ്യാൻ ലംഘിക്കുക. ദ ടീച്ചിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചിങ്സ്, അദ്ദേഹത്തിന്റെ ദർശനങ്ങള്, അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങള്, ടീച്ചിങ്സ് ഓഫ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ, ടീച്ചിങ്സിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എന്നാണ് പറയുന്നത്. വു അഡ്വക്കേറ്റഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് അദ്ദേഹം വു എന്ന് പറഞ്ഞാൽ അവിടെ ശ്രീനാരായണ ഗുരു അഡ്വക്കേറ്റഡ് വാദിച്ചു. എന്തിനു വേണ്ടി? പ്രിൻസിപ്പിൾ ഓഫ്, എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആദർശത്തിന് വേണ്ടിയിട്ടാണ് വാദിച്ചത്. ഓഫ് ആസ്ക് നോട്ട് പറഞ്ഞ് ചോദിക്കരുത്, സേ നോട്ട് പറഞ്ഞാൽ പറയരുത്, തിങ്ക് നോട്ട് പറഞ്ഞ ചിന്തിക്കരുത്, കാസ്റ്റ് പറഞ്ഞ ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, ജാതിയെ കുറിച്ച് ചിന്തിക്കരുത് എന്ന ആദർശത്തെ വേണ്ടി വാദിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭാരത് ധർമ്മ ജനസേന എന്നുള്ള സംഘടന BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചതെന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം കാരണമായി എന്നുള്ള അർത്ഥത്തില്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിപ്പിക്കാം. കാരണം ഒരുപാടായിട്ടുണ്ടെങ്കിൽ വായിക്കുന്നവർക്കും മടുപ്പ് തോന്നും, കുറെ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി എന്നും ഇങ്ങനെ കുറച്ച് ന്യൂസുകൾ വായിച്ച് കൂടുതൽ വാർത്ത വായിക്കാനെന്ന് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വാർത്തകൾ വായിക്കാം. എല്ലാവർക്കും ബൈ.